स्वाहा। ओम शांति शांति शांति। अग्निर्तव यत्तेजस्तत्प्रभा। गुरुदेवा ശ്രീനാരായണ ഗുരുദേവ ശിരസിൽ ശിവഗിരി തേടി വരുന്നു ഞങ്ങൾ, ഗുരുകുലം തേടി വരുന്നു. ഗുരുദേവ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ ശിരസിൽ ശ്രീപാദ പുഷ്പങ്ങൾ ചൂടിയ ശിവഗിരി തേടി വരുന്നു ഞങ്ങൾ, ഗുരുകുലം തേടി വരുന്നു. അദ്വൈതത്തിലെ പുണ്യം കഴിക്കും പറന്നുകൾ കേട്ട് അവരുടെ അന്ധവിശ്വാസങ്ങൾ മതമേതായാലും കുടുംബാംഗങ്ങളുമാണ്. ഇത് ഏറ്റവും ഭംഗിയായി നടത്തേണ്ട ഉത്തരവാദിത്വവും നമുക്ക് തന്നെയാണ്. എന്നാൽ ഒരു പൂർണ്ണബോധ്യത്തോടു കൂടി തന്നെ എല്ലാവരും മറ്റുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അതാത് ഹോമകുണ്ടത്തിന് ചുറ്റിനുമായി ക്രമീകരിച്ചിട്ടുള്ള സ്ഥലത്ത് നിൽക്കുക. ഇപ്പോൾ തന്നെ പ്രസിഡന്റ് ശ്രീ പി രാജൻ അവറുകൾ, സെക്രട്ടറി ശ്രീ സുരേഷ് കോട്ടക്കകത്ത് എന്നിവർ ഉടൻ തന്നെ സ്വാമി എത്തിച്ചേരുന്ന ഒരു താമസം മാത്രമാണ് നമുക്കുള്ളത്. ഇപ്പോൾ തന്നെ സ്വാമി ഇതോട് അടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ നമ്മുടെ യജ്ഞം ആരംഭിക്കുകയാണ്. Hasta luego.
വിശ്വശാന്തി യജ്ഞത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെല്ലാവരും മണ്ഡപത്തിലേക്ക് കടന്നു വരണമെന്ന് അറിയിക്കുന്നു. അവരവർ കൊണ്ടുവന്ന പൂജാപാത്ര സഹിതം മണ്ഡപത്തിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. വിശ്വശാന്തി യജ്ഞത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന വൈദികരെല്ലാവരും മണ്ഡപത്തിൽ കടന്നു വരണമെന്ന് അറിയിക്കുന്നു. യജ്ഞത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന ഭക്തജനങ്ങളുടെ വാഹനങ്ങൾ നമ്മുടെ ചേലച്ചുവട് റൂട്ടിൽ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്ക് പാർക്ക് ചെയ്യണമെന്നും അറിയിക്കുകയാണ്. ഭക്തജനങ്ങൾ വന്ന വാഹനങ്ങൾ നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. ഏവരും അത് ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. യജ്ഞത്തിൽ പങ്കാളികളാകുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ശാഖായോഗത്തിൻ്റെ ഭാരവാഹികൾ അതാത് ശാഖായോഗത്തിൻ്റെ ഹോമകുണ്ഡത്തിൽ എത്തിച്ചേരണമെന്നും എല്ലാ വൈദികരും മണ്ഡപത്തിലേക്ക് കടന്നു വരണമെന്ന് അറിയിക്കുന്നു. വിശ്വശാന്തി യജ്ഞത്തിന്റെ ആചാര്യനായ ശിവഗിരിമഠം സന്യാസി ശ്രേഷ്ഠൻ ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികൾ, അന്നപൂർണേശ്വരി ഗുരുകുലം തന്ത്രിക ആചാര്യൻ ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ അവർക്ക് പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കുന്ന ചടങ്ങാണ്. എല്ലാ വൈദിക ശ്രേഷ്ഠരും മണ്ഡപത്തിലേക്ക് കടന്നു നിൽക്കണമെന്ന് അറിയിക്കുന്നു. सदाशिवसमारम्भा शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्ता वन्दे गुरुं परम्परा ब्रह्मानन्दं परमसुगदं केवलं ज्ञानमूर्ति आदिलक्ष्यम् एकं नित्यं विमलमजरं सर्वभिः सद्गुरुं त्वं नमामि।
സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരും പരമ്പരാം ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തി ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമജനം സർവധിം സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും ത്വം നമാമി. യജ്ഞത്തിന് പങ്കാളികളാകുവാൻ വന്നിരിക്കുന്ന ശാഖായോഗത്തിൽ നിന്നും വന്നിരിക്കുന്ന അംഗങ്ങൾ അവരവരുടെ സ്ഥാനമനുസരിച്ച് ഹോമകുണ്ഡത്തിന് ചുറ്റും ആയി ഇരുന്നു കൊള്ളുക. എല്ലാവരും ഹോമത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ ഇരുന്നു കൊള്ളുക. ഹോമത്തിൽ പങ്കെടുക്കാത്ത ആളുകൾ ചുറ്റിനും നമ്മൾ കസേരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് മാറി നിൽക്കേണ്ടതാണ്. ഈ യജ്ഞവേദിയിൽ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ മാത്രമേ നിൽക്കാൻ പാടുകയുള്ളൂ. ബാക്കി എല്ലാ ഭക്തജനങ്ങളും ചുറ്റും നമുക്ക് കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്, അങ്ങോട്ട് മാറി ഇരിക്കുകയും നിൽക്കുകയും ചെയ്യേണ്ടതാണ്. വൈദികർ വൈദികർക്ക് പൂജാപാത്രങ്ങൾക്ക് ആവശ്യമായ ജലം, ഗന്ധം, അക്ഷതം, പ്രോക്ഷിണി, പരിധി വെക്കുന്നതിനാവശ്യമായ ദർഭ ഇവയെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ഇവയിലേതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്തുകൂടി ഭാരവാഹികൾ എത്തിച്ചേരും. അക്കാര്യം അവരോട് അറിയിക്കാവുന്നതാണ്. പൂജാപാത്രങ്ങളിൽ ഏതെങ്കിലും കുറവോ പൂജാദ്രവ്യങ്ങളിലോ മറ്റോ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ പരിഹരിക്കുന്നതാണ്. നെയ്യ് ലഭിച്ചിട്ടുള്ള ഗ്ലാസ്സിലേക്ക് ഇപ്പോൾ പകർന്നു തരും. കൊടിവിളക്കിൽ ഒഴിക്കുവാനും ഹോമിക്കുവാനുള്ള നെയ്യ് ഗ്ലാസുകളിൽ പകർന്നു നൽകുന്നു. ഗജാനനം ഗഗനാദിസേവിതം കവിധ്വജം ഭുവന സാരഭക്ഷിതം ഉമാസുദം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരൻ പാദപങ്കജം നമാമി വിഘ്നേശ്വര പാദപങ്കജം നമാമി
വിഘ്നേശ്വര പാദപങ്കജം വിശ്വശാന്തി വേദിയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ചടങ്ങിന് ആചാര്യപദം അലങ്കരിക്കുന്ന ശിവഗിരി മഠത്തിലെ ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികൾ, ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ, ചടങ്ങിന് മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഇടുക്കി SNDP യൂണിയൻ പ്രസിഡന്റ് ശ്രീ പി രാജൻ അവറുകൾ, സംഘടനാ സന്ദേശം നൽകുന്ന ഇടുക്കി SNDP യൂണിയൻ സെക്രട്ടറി ശ്രീ സുരേഷ് കോട്ടകേടത്ത്, യജ്ഞമാഹാത്മ്യ പ്രഭാഷണം നടത്തുന്ന അന്നപൂർണേശ്വരി ഗുരുകുലത്തിലെ പ്രസിഡന്റ് ശ്രീ സോജു ശാന്തികൾ, ഇടുക്കി വൈദിക യോഗം ചെയർമാൻ ശ്രീ മഹേന്ദ്രൻ ശാന്തികൾ, കൺവീനർ ശ്രീ പ്രമോദ് ശാന്തികൾ, ഇടുക്കി SNDP യൂണിയന്റെ മറ്റ് ഭരണസാരഥികൾ, സഹായോഗത്തിന്റെ ഭരണസാരഥികൾ, ആതിഥ്യം അരുളുന്ന ചുരുളി SNDP സഹയോഗത്തിന്റെ ഭരണസാരഥികൾ, പോഷക സംഘടനയുടെ നേതാക്കന്മാർ, മാധ്യമ പ്രവർത്തകർ, ഏവർക്കും ഈ വേദിയിലേക്ക് സുസ്വാഗതം അരുളുന്നു. വേദിയിൽ ദീപം പ്രജ്വലിപ്പിച്ച് ഉദ്ഘാടനം നടക്കുകയാണ്. പാദബന്ധമൊടു സത്യരൂപനാം ദേവാമി മഹിമയാർന്ന കോവിലിൽ പാവന പ്രഭയിഴും വിളക്കിത സാവധാനമടിയ കൊളുത്തിനേ അല്പമെങ്കിലും അതിപ്രഭാതുരം സ്വൽപ്പതേ ഇരുൾ തുറന്നു മെല്ലവേ ശില്പരമ്യ പദപീഠഭൂവിൽ നിന്നുൽപ്പതിച്ചു തിരുനീലത്തണേ സ്ഥിരമാർന്ന മണിഭൂഷണത്തിലും തൂമനോജ്ഞമലമാല തന്നിലും ദേവവിഗ്രഹമരീതി തേടുമീ കോമളപ്രഭവിളങ്ങളേ വിഭോ പാട്ടിനിൻ മുഖരസം മറിച്ചിടിൽ കൂട്ടി പുൽകരുതു ഭൂമരേഖകൾ മാറ്റിയെന്ന മണിവാതിലോട് കാട്ടിനാടതിൻ ശിഖാചലം ചീർത്തിനൊളി തെളിഞ്ഞു പൊങ്ങിനെ വാർത്തിനായിലുമെരിഞ്ഞുമേക്കുമേ നേർത്തതീ ശാമിനി അഞ്ചിടുന്നതി മൂർത്തി മുൻപു നിഴൽ നീങ്ങിരക്കണേ ബ്രഹ്മശ്രീ കുമാരൻ തന്ത്രികൾ പിൻതലമുറകൾക്ക് എന്നെന്നും സ്മരിക്കാവുന്ന ഒരുപിടി നിസ്വാർത്ഥ സേവനങ്ങളുടെ നാമധേയത്തിൽ നിത്യതയുടെ തീരഭൂമിയിൽ വിശ്രമിക്കുമ്പോഴും ഗുരുധർമ്മ പ്രചരണത്തിനായി അങ്ങ് നീക്കിവെച്ച ആ ധന്യ നിമിഷത്തിന്റെ പേരിൽ 1000 പൂജാപുഷ്പങ്ങൾ ആ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ യജ്ഞം ആരംഭിക്കട്ടെ. ചടങ്ങിന് നന്ദി കുറിച്ചുകൊണ്ട് അനുഗ്രഹ ഭാഷണം നടത്തുന്നതിനായി ഹോമത്തിന്റെ ആചാര്യൻ സുരേഷ് ശ്രീധരൻ തന്ത്രികളെ ഏറ്റവും ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പരം നാസ്തി തസ്മൈ ശ്രീ
ഗുരവേ നമഃ. പൂജനീയ ശിവഗിരി മഠത്തിലെ ഗുരുപ്രകാശൻ സ്വാമികൾ, സമാരാധ്യനായ ഇടുക്കി SDP യൂണിയൻ്റെ പ്രസിഡന്റ് ശ്രീ P. രാജൻ അവറുകൾ, കർമ്മനിരതനായ SDP യൂണിയൻ്റെ സമാരാധ്യനായ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് അവറുകൾ, ഇടുക്കി SDP യൂണിയൻ്റെ സമാരാധ്യരായ ഭരണ സാരഥികൾ, യൂണിയന്റെ പോഷക സംഘടന ഭാരവാഹികൾ, സമാരാധ്യരായ ഇടുക്കി വൈദിക യോഗത്തിൻ്റെ പ്രസിഡന്റ് മഹേന്ദ്രൻ ശാന്തികൾ, കൺവീനർ പ്രമോദ് ശാന്തികൾ, ഈ മഹത്തരമായ യജ്ഞത്തിന് നേതൃത്വം കൊടുക്കുന്ന കാമാക്ഷി അന്നപൂർണേശ്വരി ഗുരുകുലം പ്രസിഡന്റ് സോജു ശാന്തികൾ, ഇടുക്കി SDP യൂണിയന്റെ വിവിധ ക്ഷേത്രങ്ങളിലെയും ഗുരുമന്ദിരങ്ങളിലെയും സമാരാധ്യരായിട്ടുള്ള വൈദിക സാരഥികൾ, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഭക്തജനങ്ങൾ, ആതിഥ്യമരുളുന്ന ചുരുളി SDP സഹായോഗത്തിൻ്റെ ഭരണസാരഥികൾ, ഏവർക്കും വിനീതമായ നമസ്കാരം. ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ചരിത്രപരമായ മുഹൂർത്തമെന്ന് പറയുമ്പോൾ ലോക ചരിത്രത്തിൽ തന്നെ മഹത്തരമായ വൈദിക സംസ്കാരത്തിന് വിപ്ലവകരമായ മാറ്റങ്ങൾ കുറിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പകർന്നു വന്ന ഹോമമന്ത്രം, ആ ഹോമമന്ത്രത്തിന്റെ അർത്ഥതലങ്ങൾ ആലോചിച്ചാൽ അത് ഉപനിഷത്ത് തന്നെയാണ്, വേദം തന്നെയാണ്. അറിവിൻ്റെ മഹത്തരമായ ഒരു വെളിപ്പെടുത്തൽ കൂടിയായിരുന്നു പ്രസ്തുത സംഭവം എന്ന് പറയുന്നത്. ഹോമമന്ത്രത്തിന്റെ രചനാ ശതാബ്ദിയുടെ ആഘോഷവേളയിലാണ് ഇന്ന് നാം ഏവരും. ആ ചരിത്ര മുഹൂർത്തത്തിന് ചരിത്രപരമായ പ്രാധാന്യം തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് SNDP യോഗവും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും അതിൻ്റെ രചനാ ശതാബ്ദി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്ന് വേണ്ട ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലും അതിൻ്റെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ ഇതം പ്രഥമമായി ഇടുക്കി SNDP യൂണിയൻ വൈദിക യോഗം അതിന് ആതിഥ്യമരുളുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രപരമായ മുഹൂർത്തത്തിൽ അണിചേരുവാൻ, പങ്കെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ നിയോഗമായിട്ട് ഞാൻ കരുതുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചുരുളി എന്ന് പറയുന്നത് ഇടുക്കി ഏവരും ശ്രദ്ധിക്കപ്പെടുന്ന മഹത്തരമായ ഒരു സംസ്കൃതിയുടെ നാടാണ്. ഈ മനോഹരമായ ഭൂവിഭാഗത്തിൽ ഭഗവാന്റെ ദിവ്യമായ സാന്നിധ്യം ഈ നാഷണൽ ഹൈവേയോട് ചേർന്ന് വളരെ മനോഹരമായി ആദ്യകാലത്ത് തന്നെ ഗുരുവിൻ്റെ പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു മഹത്തരമായ സംസ്കാരത്തിന് തുടക്കം കുറിച്ച വേദി കൂടിയാണ്. ആ വേദിയിൽ നമുക്കൊത്തുകൂടി മന്ത്രജപത്തോടുകൂടി ഈ യജ്ഞം നടത്തുവാൻ കഴിയുന്നു എന്നുള്ളത് അവിടെയാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പകർന്നു തന്ന ആ മഹത്തരമായ മാറ്റം എന്ന് പറയുന്നത്. അതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർവ്വ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളെ നമ്മൾ തീർച്ചയായും സ്മരിച്ച് തീരുകയുള്ളൂ.
അപ്പം നമുക്കറിയാം നമ്മളുടെ ഇവിടെ എപ്പം ഉണ്ടായിരുന്ന കുമാരൻ തന്ത്രികൾ, അദ്ദേഹത്തിൻ്റെ ദിവ്യമായ ഒരു അനുഗ്രഹം നമുക്കുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇടുക്കിയിൽ ആദ്യമായിട്ട് ശ്രീനാരായണ വൈദിക സംസ്കാരം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വൈദികരുടെ യോഗം വിളിച്ചു കൂട്ടുകയും അത് ഇടുക്കി ചുരുളിയിലും ഇടുക്കി SNDP ശാഖായോഗത്തിലും വെച്ച് വ്യത്യസ്തമായ പരിഷത്തുകൾ നടത്തിക്കൊണ്ട് മഹത്തരമായ ഒരു വൈദിക സംസ്കാരം ലോകത്ത് പ്രദാനം ചെയ്ത് ഇടുക്കിയിൽ പ്രദാനം ചെയ്തു. അതിൻ്റെ പരിണിത ഫലമെന്ന് പറയുന്നത് സാംസ്കാരികപരമായ ഒരു മുന്നേറ്റമായിരുന്നു. വൈദിക സംസ്കാരത്തിൽ നമുക്ക് ഇത്രയൊക്കെ മുന്നോട്ട് വരുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഗുരുക്കന്മാരുടെ ഒരു കാരുണ്യം തന്നെയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നതിൽ ഈ മഹത്തരമായ യജ്ഞവേദിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി ഇടുക്കി SNDP യൂണിയന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ P. രാജൻ അവരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. യജ്ഞവേദിയിൽ എത്തിച്ചേർന്ന സംപൂജ്യനായ ശിവഗിരി മഠം സ്വാമി ഗുരുപ്രകാശം, നമ്മുടെ തന്ത്രി സുരേഷ് ശ്രീധരൻ അവർ, പ്രിയങ്കനായ യൂണിയൻ സെക്രട്ടറി ശ്രീ സുരേഷ് കൊത്തക്കകത്ത്, ഏറ്റവും സംപൂജ്യരായ വൈദിക ശ്രേഷ്ഠന്മാരെ, ഈ ചടങ്ങിന് അങ്ങേയറ്റം ചിട്ടയോടുകൂടി നേതൃത്വം നൽകുന്ന ഇടുക്കി വൈദിക സമിതിയുടെ ആരാധനായ പ്രസിഡന്റ് ശ്രീ മഹേന്ദ്രൻ ശാന്തികൾ, വിശ്രമരഹിതമായി കഴിഞ്ഞ ഒരു മാസക്കാലമായി പ്രവർത്തിക്കുന്ന ശ്രീ പ്രമോദ് ശാന്തികൾ, ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ സോജി ശാന്തി, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇടുക്കി ജില്ല രൂപീകരിച്ചതിന് ശേഷം നമ്മുടെ ജില്ലയുടെ സർവതോന്മുഖമായ പുരോഗതിയെ പ്രാപിക്കുവാൻ കഴിയത്തക്ക രൂപത്തിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഈ യജ്ഞവേദിയിൽ ഹോമമന്ത്രങ്ങൾ ഉയരുകയാണ്. നാം ഈ യജ്ഞം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആധുനിക ലോകത്ത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങളുടെ ഈ ലോകത്ത് അണുകുടുംബങ്ങളായി ചുരുങ്ങിയിട്ടുള്ള ഓരോ കുടുംബവും ജാഗ്രതയോടുകൂടി മുൻപോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട് എന്ന് ഇടുക്കി യൂണിയൻ കൗൺസിലിന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആത്മീയമായ അടിത്തറ അത് ബലപ്പെടുത്തിക്കൊണ്ട് ഭൗതികമായ ജീവിത നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ജന്മം നൽകിയ കുട്ടികളെ നയിക്കുക, അതിന് തിരിയിട്ടാലും തിരിയിട്ടില്ലെങ്കിലും ശ്രീനാരായണ ഗുരുദേവനെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക എന്ന ലക്ഷ്യമുണ്ട്. ഇന്ന് ഇന്ത്യയിലെ 23 ഭാഷകളിൽ ഗുരുദേവന്റെ ചരിത്രം രചിക്കപ്പെട്ടു കഴിഞ്ഞു. അമേരിക്കയുടെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ഗുരുദേവ ജീവിതം പാഠ്യവിഷയമാണ്. അങ്ങനെ ലോകമാകെ ഗുരുദേവന്റെ ദർശനങ്ങളെ മനസ്സാ വരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മുഴുവൻ സമൂഹത്തിലെയും ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ എല്ലാ കുടുംബത്തിലെയും കുട്ടികളെ, ഭാവി തലമുറയെ ഈശ്വര ധ്യാനത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നവരാക്കി മാറ്റിക്കൊണ്ട് ഇന്ന് നടമാടുന്ന എല്ലാ നീചപ്രവർത്തികളും
നമ്മളുടെ ഭാഗത്ത് വേണ്ട എന്ന് പ്രതിജ്ഞയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഈ യജ്ഞം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംപൂജ്യനായ സ്വാമിജി ഇവിടെ നിൽക്കുമ്പോൾ കൂടുതലൊന്നും പറയുവാനില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടുന്ന ഏതാണോ അത് സാംശീകരിച്ചുകൊണ്ട് ഈ യജ്ഞവേദിയിൽ നിന്നും എല്ലാവരും സന്തോഷത്തോടുകൂടി, ഇവിടെ വന്നിട്ടുള്ളവരെല്ലാവരും സന്തോഷത്തോടുകൂടി പിരിയുകയും ഇത് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഈ യജ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുതകൾ ചർച്ച ചെയ്യണമെന്നും കൂടി അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും വിനീതമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ആമുഖ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. ജയ് SNDPO. ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബ്രഹ്മശ്രീ ഗുരുപ്രകാശൻ സ്വാമികളെ, ഈ യജ്ഞത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന, ഈ മഹായജ്ഞം നാടിന് സമർപ്പിക്കുന്ന കുമാരൻ തന്ത്രി നമുക്ക് കൽപ്പിച്ചു നൽകിയ സംഘടനയുടെ പുണ്യമായ ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ, പരമാദരണീയായ SNDPO ഇടുക്കി യൂണിയന്റെ പ്രസിഡന്റ് ശ്രീ പി രാജൻ അവർ, ബഹുമാനായ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KB സുലം സാറ്, വൈദിക സമിതിയുടെ ഭാരവാഹികൾ, യജ്ഞത്തിൻ്റെ മുഖ്യ സംഘാടകർ മഹേന്ദ്ര ശാന്തികൾ, പ്രമോദ് ശാന്തി, സോജു ശാന്തി, യജ്ഞ കുണ്ടങ്ങളിൽ യജ്ഞത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രേഷ്ഠരായ വൈദിക സുഹൃത്തുക്കളെ, ഈ ക്ഷേത്ര സന്നിധിയും പരിസരവും യാഗശാലയായി മാറുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് ഒപ്പം നിന്ന SNDPO കമ്മ്യൂണിറ്റി ശാഖയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, പ്രിയപ്പെട്ട കലേഷ് രാജു, സ്നേഹമുള്ള ഷൺമുഖദാസ്, പ്രിയപ്പെട്ട SNDPO യൂണിയന്റെ കൗൺസിൽ അംഗങ്ങൾ, ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ, സമുദായത്തിൻ്റെ ശാഖായോഗത്തിലെ നേതാക്കന്മാർ, ഈ പരിപാടി ലോകമെമ്പാടും എത്തിക്കുവാൻ നമ്മളോടൊപ്പം നിന്ന് സഹകരിക്കുന്ന ദൃശ്യ, ശ്രവ്യ, പത്ര, മാധ്യമ മേഖലയിലെ സുഹൃത്തുക്കൾ, സ്നേഹമുള്ള ഭക്തജനങ്ങളെ, സുഹൃത്തുക്കളെ, തന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ നാടിൻ്റെ പുണ്യം പോലെ കടന്നു വന്ന ഈ മഹായജ്ഞം തൃപാദങ്ങൾ, തൃക്കരങ്ങൾ കൊണ്ട് ലോകനന്മയ്ക്കായി രചിച്ചു നൽകിയ ഹോമമന്ത്രത്തിൻ്റെ 100ാമത് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പുണ്യകർമ്മം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരായുസിൻ്റെ പുണ്യം പോലെ നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും പങ്കുചേരുവാൻ പറ്റിയ അസുലഭമായ ഒരു സൗഭാഗ്യമായി നമ്മളിതിനെ കാണുന്നു. പ്രിയമുള്ളവരെ, യോഗം അനൗൺസ് ചെയ്തിട്ടുള്ളത് തന്നെ ഈ യജ്ഞത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ പേരിലൂടെ നമുക്കെല്ലാം അർത്ഥമാകുന്ന വിശ്വശാന്തി യജ്ഞം. ഈ ഭൂമുഖത്തെ സർവ്വചരാചരങ്ങൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകുവാൻ തൃപ്പാദങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന വലിയ ഈ യജ്ഞത്തിൽ നേരിട്ട് വന്നാതെയും പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്ക് നന്മ വരട്ടെ എന്ന് ഞാൻ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഗുരുപരമ്പരയുടെ ഭാഗമായി നമ്മളെ കാണുവാൻ, നമ്മളെ അനുഗ്രഹിക്കുവാൻ, നമ്മളോട് സംസാരിക്കുവാൻ ഗുരുപ്രകാശൻ സ്വാമികൾ എത്തിച്ചേർന്നു. എല്ലാവരും അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി ചെവിയോർക്കുന്നു. ദീർഘമായ ഒരു കാര്യങ്ങളിലേക്കും കടക്കുന്നില്ല. SNDPO കൽപ്പിച്ചെറിയ ഒരു വലിയ പരിപാടി അത് ഇടുക്കിയുടെ മണ്ണിൽ ചുരുളിയുടെ ഗുരുദേവ ക്ഷേത്ര സന്നിധിയിൽ പുണ്യഭൂമിയിൽ നടപ്പാക്കുവാൻ മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒപ്പം നിന്ന പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരെയും ഗുരുസന്നിധിയിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി വഴിപാടുകളുടെ ഭാഗമാവുകയും വാഗ്ദാനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ള പണം അതത് കൗണ്ടറുകളിൽ ഭക്തജനങ്ങൾ ഏൽപ്പിക്കണം എന്ന സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഈ നാടിന്റെ നന്മ നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ, കർമ്മങ്ങളിലൂടെ, യജ്ഞത്തിലൂടെ ഗുരു കൽപ്പിച്ചതുപോലെ സർവ്വചരാചരങ്ങൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവർക്കും SNDPയുടെ ഭാവുകങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ സന്യാസി ശ്രേഷ്ഠൻ ശ്രീമദ് ഗുരുപ്രകാശൻ സ്വാമികളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. ഗുരുപാദങ്ങളിൽ പ്രണാമം. ഗുരു പരമ്പരയ്ക്ക് വന്ദനം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന് അഭിവാദനം. ശിവഗിരി മഠത്തിന്
വർക്കല നാരായണ ഗുരുകുലത്തിനും അഭിനന്ദനം. സ്നേഹനിധികളായ ആത്മമിത്രങ്ങളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഹോമമന്ത്രത്തിൻ്റെ രചന ശതാബ്ദിയുടെ ഭാഗമായി നടക്കുന്ന ഈ വിശ്വശാന്തി യജ്ഞത്തിന് ഇവിടെ തുടക്കമാവുകയാണ്. ഇതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് വേണമെങ്കിൽ ഒരാഴ്ച ഇരുന്ന് പറയാം. എന്നാൽ സന്ദർഭത്തിൻ്റെ പ്രാധാന്യമനുസരിച്ച് ഒരു നിമിഷം മാത്രം സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒന്നോർത്ത് നോക്കുക. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കേൾക്കാൻ കഴിയുന്നുണ്ട്, രുചിക്കാൻ കഴിയുന്നുണ്ട്, സ്പർശിക്കാനൊക്കെ കഴിയുന്നുണ്ട്. ഏതൊരു ചൈതന്യമാണ് നമ്മെ അതിന് പ്രാപ്തമാക്കുന്നത്? ഉള്ളിൽ ജ്വലിക്കുന്ന ഒരു ദീപമുണ്ട്. അതിനെ നമ്മൾ ആത്മാവെന്ന് പറയുന്നു. അത് കേട്ടാൽ എന്ത് മുന്നിലൊരുക്കപ്പെട്ടാലും അത് കാണാൻ കഴിയുമോ? എന്ത് മുമ്പിൽ മുഴങ്ങിയാലും അത് കേൾക്കാൻ കഴിയുമോ? എന്തെല്ലാം ഉണ്ടെങ്കിലും ഉള്ളിലെ ആ അഗ്നി അണഞ്ഞാൽ ഇതെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയോജനം. ഗുരുദേവനൊരിക്കലരുളി, എല്ലാം ഉണ്ടായാൽ മനുഷ്യൻ കെട്ടുപോയാൽ ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം? ശ്രീഹരി യജ്ഞദാന തപശ്ചൈവ പാവനീനി മനീഷാണ എന്നാണ് പ്രമാണം. ഇത് മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. നാം ഒന്നോർക്കുക, എന്തെല്ലാം പ്രക്രിയയിലൂടെയാണ് ഒരു വിത്ത് അത് മുളച്ച് അത് വളർന്ന് പല ഘട്ടങ്ങളെ പ്രാപിച്ച് അതുപോലൊരു വിത്തിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ നീണ്ട പ്രക്രിയ അനുനിമിഷം അനുഗുണമെന്നോണം നാം നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും ഒരു വൃക്ഷമായി അതിൻ്റെ ഫലമായി തീരാൻ? ഗുരുദേവൻ പറയുന്നു, ഈ വിത്തിലുണ്ട് വൃക്ഷം, അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക, അതിനെ നിങ്ങൾ കെടുത്താതിരിക്കുക. അവിടെ ഏതാണ്ട് യാമങ്ങളോളം നീണ്ടു നിൽക്കുന്ന മന്ത്രജപം, ഏതാണ്ട് ശകടക്കണക്കിന്, അങ്ങനെ തന്നെ പറയുന്നുണ്ട്, വണ്ടിക്കണക്കിന് സംയുക്തങ്ങൾ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വിത്തിൽ വൃക്ഷമടങ്ങിയിരിക്കുന്നത് പോലെ ഇത്രയും നേരം ഇരുന്ന് ജപിക്കുന്ന മന്ത്രങ്ങളുടെ അത്രയും താല്പര്യം സാരം ഈ കൊച്ചു മന്ത്രത്തിൽ ഒതുക്കി തന്നിരിക്കുന്നു ഗുരുദേവൻ. എന്ന് മാത്രമല്ല, സൂചിപ്പിച്ചതുപോലെ ശകടക്കണക്കിന് സമിത്തുക്കൾ അർപ്പിക്കുന്നതിനേക്കാൾ ഫലം ഒറ്റ കാര്യം ഇതിൽ അർപ്പിച്ചാൽ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ വിഷയങ്ങൾ അത്രയും എരിഞ്ഞൊടുങ്ങട്ടെ, ഞാനെന്ന ഭാവം ഒടുങ്ങട്ടെ. ഞാനെന്ന ഭാവം ഒടുങ്ങുമ്പോഴാണ് നാം എന്ന ഭാവത്തിലേക്ക് അഥവാ ഈശ്വരനിലേക്ക് നമ്മൾ ലയിക്കുന്നത്. ഇത് അരുവിപ്പുറം പ്രതിഷ്ഠയേക്കാൾ പ്രാധാന്യമുള്ള ഒരു ക്രമമാണ്. അരുവിപ്പുറം പ്രതിഷ്ഠയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ഏറെ പുകഴ്ത്തിയിരിക്കുന്നു. പക്ഷേ വൈദികം അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് അകന്നകന്നകന്ന് അതിൻ്റെ ക്രിയകളെല്ലാം വിസ്തൃതമായി അതിൻ്റെ ലക്ഷ്യത്തെ തന്നെ മറന്നപ്പോൾ നാം പശുവിനെയാണ് കയറുകൊണ്ട് ബന്ധിക്കുന്നത്. പശുവിനാണ് പ്രാധാന്യം.
പക്ഷെ കയർ നീണ്ട് ആകാശത്തോളം പോയതുകൊണ്ട് എന്ത് പ്രയോജനം? കയറേയുള്ളൂ, പശു നമുക്ക് വെളിപ്പുറത്തും അപ്പുറത്തായി എന്നതുപോലെ വൈദിക കർമ്മങ്ങളെല്ലാം എന്തുദ്ദേശത്തോടെ ആയിരുന്നുവോ ആ ലക്ഷ്യത്തിൽ നിന്നെല്ലാം നമ്മൾ അകന്നു പോയപ്പോൾ ആ ലക്ഷ്യത്തോട് നമ്മെ പിടിച്ചടിപ്പിക്കുകയാണ് ഈ ഹോമമന്ത്രത്തിലൂടെ ഗുരു ചെയ്തത്. അരുവിപ്പുറം പ്രതിഷ്ഠ പോലെ ഇതും ഒരു വിപ്ലവമാണ്. നമുക്ക് സമയക്രമം പാലിക്കാം. താമസമിന ഈ ചടങ്ങിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയും ഭക്തിയും സമ്പൂർണമായ വിധേയത്വവും അച്ചടക്കവും ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ യജ്ഞത്തിന്റെ മഹിമ ഉൾക്കൊള്ളുവാനും അതിൻ്റെ അനുഗ്രഹം സിദ്ധിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിലായി ഇങ്ങനെയൊരു സംസ്കാരത്തിന് ബീജാവാപം ചെയ്ത ഗുരുദേവന്റെ ശിഷ്യനായിരുന്ന ബ്രഹ്മശ്രീ ദിവ്യശ്രീ ശങ്കരാനന്ദ സ്വാമികളെയും ആ പരമ്പരയോടെ നമ്മെ ഇങ്ങനെ കണ്ണിയായി നിൽക്കുന്ന ബ്രഹ്മശ്രീ കുമാരൻ തന്ത്രികളെയും പ്രണമിച്ചുകൊണ്ട് ആ വൈദിക പരമ്പരയുടെ എല്ലാ അനുഗ്രഹവും കൂടി നമുക്ക് തേടിക്കൊണ്ട് നമുക്ക് ഈ യജ്ഞത്തിലേക്ക് പ്രവേശിക്കാം. സഫലമാകട്ടെ, സാർത്ഥകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹം നേരുന്നു. നമസ്കാരം. എന്തുദ്ദേശത്തോടെ ആയിരുന്നുവോ ആ ലക്ഷ്യത്തിൽ നിന്നെല്ലാം നമ്മൾ അകന്നു പോയപ്പോൾ ആ ലക്ഷ്യത്തോട് നമ്മെ പിടിച്ചെടുപ്പിക്കുകയാണ് ഈ ഹോമമന്ത്രത്തിലൂടെ ഗുരു ചെയ്തത്. അരുവിപ്പുറം പ്രതിഷ്ഠ പോലെ ഇതും ഒരു വിപ്ലവമാണ്. നമുക്ക് സമയക്രമം പാലിക്കാം. താമസമിന ഈ ചടങ്ങിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയും ഭക്തിയും സമ്പൂർണമായ വിധേയത്വവും അച്ചടക്കവും ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ യജ്ഞത്തിന്റെ മഹിമ ഉൾക്കൊള്ളുവാനും അതിൻ്റെ അനുഗ്രഹം സിദ്ധിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിലായി ഇങ്ങനെ ഒരു സംസ്കാരത്തിന് ബീജാവാപം ചെയ്ത ഗുരുദേവന്റെ ശിഷ്യനായിരുന്ന ബ്രഹ്മശ്രീ ദിവ്യശ്രീ ശങ്കരാനന്ദ സ്വാമികളെയും ആ പരമ്പരയോടെ നമ്മെ ഇങ്ങനെ കണ്ണിയായി നിൽക്കുന്ന ബ്രഹ്മശ്രീ കുമാരൻ തന്ത്രികളെയും പ്രണമിച്ചുകൊണ്ട് ആ വൈദിക പരമ്പരയുടെ എല്ലാ അനുഗ്രഹവും കൂടി നമുക്ക് തേടിക്കൊണ്ട് നമുക്ക് ഈ യജ്ഞത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ സ്വപ്നങ്ങൾക്ക്, മുക്തി സങ്കല്പങ്ങൾക്ക് പ്രതീക്ഷകൾ പൂർണ്ണകുംഭമേകുന്നു. കൈക്കൊടുന്ന നിറയെ പുഷ്പങ്ങളെ ആവാഹിച്ച് ഹൃദയതന്ത്രിയിൽ നിന്നും ഉയരുന്ന നേർത്ത പ്രണവം പോലെ, കർപ്പൂരം എരിയുന്ന സ്നിഗ്ധത പോലെ നാം ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ പൂജകൾ അർപ്പിക്കുന്നു. ഇവിടെ ഭൂമി, ആകാശം, ജലം, വായു, അഗ്നി എന്നീ പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സർവ്വതിനെയും ശുദ്ധീകരിക്കുന്ന അഗ്നിനാളം 20 ഹോമകുണ്ടങ്ങളിൽ പകർന്ന് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ഹോമമന്ത്രം ഉരുക്കഴിച്ച് മഹായജ്ഞം ഈ യാഗശാലയെ ധന്യമാക്കും. ഗുരുസ്മരണയോടെ ദീപം പകരാം. ഏവരും ഗുരുസ്മരണയിൽ പങ്കുചേരുക. गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः.
ചരിത്രായ മമത രഹിതാത്മനേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിശിരേ ഗുരുവദേശാദയേ കടാക്ഷേ ശിക്ഷ്യ സഞ്ജയാ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാദിനേവാചം യമാനാ പൗരവാജിനേ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യസ്യ കൽപതേ സിദ്ധേ പാദാംബുജ രജോ നമഃ. നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ നമഃ. ഗുരവേ നമഃ. തുടർന്ന് പരികുണ്ഡങ്ങളിലേക്കും അഗ്നിനാളം പകർന്നു നൽകും. അഗ്നിനാളം പകർന്നു കിട്ടിയാൽ വൈദികർ അഗ്നിയുടെ ക്രിയകൾ ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിന് ശേഷം ചെയ്താൽ മതിയാകും. ഇപ്പോൾ അഗ്നിനാളം പകർന്ന് കിട്ടിയാൽ ഗുരുപുഷ്പാഞ്ജലിയാണ് നടക്കുന്നത്. ഗുരുപുഷ്പാഞ്ജലിക്ക് ശേഷം അഗ്നിയുടെ ക്രിയകൾ ആരംഭിച്ചാൽ മതിയാകും. അഗ്നിമേലേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നദാതമം അഗ്നിഃ പൂർവേഭിർഷിഭിः ऋद्धो नूतनैरुदां स एव वक्षसि अग्निना नैव श्रमल् पोषमेव दिवे दिवे यशसं वीर्यमत्तमम् आग्नेयं यज्ञमध्वरं विश्वदः परिपूरसि स देवेषु यस्यसि अग्निर्होदाकविक्रदो सत्यसिद्धश्रवस्तमा देवो देवेभिरागवत् यदङ्गदाशु क्षेत्रमग्ने भद्रं करिष्यसि तवेत्तल् सत्यमङ्गिरा उपत्वाग्ने दिवे दिवे दोषावस्तुतिया वयं नमो हरन्तु येमसि राजन्दमध्वराणा गोपामृतस्य दीदिवं वर्तमानं स्वेदमे सनपिदेव सूनवे अग्ने सोवायनो भव सजस्वानः स्वस्तये ॐ शान्ति शान्ति शान्तिः. പരിവത്രവത്രകമലേ ദിവ്യേ ജഗത്കാരണം യേശുകീർമ്മ അനേക
ബൃഹദേകനിലയം സ്വച്ഛന്ദമാനന്ദകം അത്യന്തൈകമകണ്ഠ ചിക്കരസം പൂർണ്ണം ഹ്യനന്ദം ശുഭം പ്രത്യക്ഷാക്ഷരവിഗ്രഹം ഗുരുപദം ധ്യായേദിവം ശാശ്വതം ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം സംസാരതാപശമനായ നമഃ. ഓം മനുഷ്യവിഗ്രഹായ നമഃ. ഓം സത്വഗുണോത്തമായ നമഃ. ഓം പ്രകഷ്ഠാത്മനേ നമഃ. ഓം വീതരാഗവയക്രോധ ശോകമോകമനസായ നമഃ. ഓം ഔവ്യയായ നമഃ. ഓം നിർമ്മലായ നമഃ. ഓം നിഗമാന്തജ്ഞായ നമഃ. ഓം അജ്ഞാനവർത്തിലോകായ നമഃ. ഓം സച്ചിദാനന്ദസ്വരൂപായ നമഃ. ഓം അഗ്രാഹ്യായ നമഃ. ഓം ദേഹാത്മബുദ്ധിനികന്ത്രേ നമഃ. ഓം നാശിതാശേഷ കന്മഷായ നമഃ. ഓം ഭക്തിസംയുക്തായ നമഃ. ഓം സ്ഥൂലസൂക്ഷ്മ കാരണശരീരാതിരിക്തായ നമഃ. ഓം കാരുണ്യ സമ്പൂർണായ നമഃ. ഓം ബാഹ്യകർമ്മേന്ദ്രിയാവൃത്യുദാസീനായ നമഃ. ഓം കാരുണ്യ സഗുണപ്രദ്വാദിഭൂതോത്തരായ നമഃ. ഓം അവസ്ഥാത്രയ സാക്ഷിണേ നമഃ. ഓം ദേവദരിം മനുഷ്യാവിച്ഛിന്നാത്മനേ നമഃ. ഓം അപബോധിത മായാമയ പ്രപഞ്ചായ നമഃ. ഓം അന്നമയാദി കോശവിലക്ഷണായ നമഃ. ഓം വർണ്ണാശ്രമാദ്യാചാര വ്യവഹാരപരാന്മുഖായ നമഃ. ഓം സർവജ്ഞായ നമഃ. ഓം സർവശക്തായ നമഃ. ഓം അർത്ഥാർത്തികരണായ നമഃ. ഓം ആനന്ദദായകായ നമഃ. ഓം വാസ്തവജ്ഞാന തൃപ്തായ നമഃ. ഓം തൃപ്രൂപായ
ഭ്രാന്തിജ്ഞാന നാശകായ നമഃ. ഓം ലോകവർത്തിനേ നമഃ. ഓം വിപരീത വിധിഹന്ത്രേ നമഃ. ഓം സത്യമാർഗ പ്രദായകായ നമഃ. ഓം ഭക്താമോദ പ്രദായകായ നമഃ. ഓം പൂർണ്ണ അദ്വൈത നിരുപാധിക പരബ്രഹ്മവിധേ നമഃ. ഓം ക്ഷണപ്രഭാവ ബുദ്ധബോധായ നമഃ. ഓം വാകേന്ദ്രിയ മൃത്യുദാസീനായ നമഃ. ഓം ആത്മനിഷ്ഠാപരായ നമഃ. ഓം തുഷ്ടായ നമഃ. ഓം മായാവൃത്തി വിരഹിതായ നമഃ. ഓം ആനന്ദ സ്വരൂപായ നമഃ. ഓം ജ്ഞാനാമൃത പ്രദാത്രേ നമഃ. ഓം സർവലോക പ്രപൂജിതായ നമഃ. ഓം ഇന്ദ്രിയാർത്ഥ വിരഹിതായ നമഃ. ഓം ആത്മാനന്ദ ലീലാത്മനേ നമഃ. ഓം നിഷ്കളാത്മനേ നമഃ. ഓം ജന്മസഞ്ജന്മനാശ വിഹിതായ നമഃ. ഓം ഉത്തീർണ ഭവാത്മതായ നമഃ. ഓം നിശ്ചലായ നമഃ. ഓം ദുരാശാദി ദുർഗണദൂരായ നമഃ. ഓം ജന്മകാരണ പ്രദർശകായ നമഃ. ഓം വിഷയവിജയ പ്രാഭാശയനാശകായ നമഃ. ഓം ത്രികാലജ്ഞായ നമഃ. ഓം നിവാരണചേതസേ നമഃ. ഓം യോഗീന്ദ്രവര്യായ നമഃ. ഓം കൃപാർദ്രഹൃദയായ നമഃ. ഓം അഘൗഘനാശകായ നമഃ. ദായകായ നമഃ. ഓം ദേഹമോഹ നിർമുക്തായ നമഃ. ഓം പരാക്ഷേപ വിഹീനായ നമഃ. ഓം ജ്ഞാനപ്രസംഗ ഭ്രഷ്ടാത്മനേ നമഃ. ഓം ശ്രുതിസിദ്ധബ്രാഹ്മണായ നമഃ. ഓം വിബോധിതവർണധർമായ നമഃ. ഓം പ്രമോദിതസജ്ജനായ നമഃ. ഓം ശുദ്ധജ്ഞാനഘനാചാര്യായ നമഃ. ഓം സങ്കൽപ്പാർത്ഥ സർവലോകവീക്ഷകായ നമഃ. ഓം നിത്യാസവ്യായ നമഃ. ഓം കാലത്രയസമ്പൂർണായ നമഃ. ഓം അഖണ്ഡവസ്തുജ്ഞായ നമഃ. ഓം സർവോത്തമ സുഖദായ നമഃ. ഓം പ്രാണിഹിംസാപരാന്മുഖായ നമഃ. ഓം സ്നേഹസ്വരൂപായ നമഃ.